ജയറാമിനെതിരെ വീണ്ടും വിമർശനവുമായി നോവലിസ്റ്റും ഫിലിം മേക്കറുമായ സുനിൽ പരമേശ്വരൻ. ജയറാമിനോട് തനിക്ക് വൈരാഗ്യമില്ല, പക്ഷേ ജയറാം ചെയ്ത തെറ്റ് ചൂണ്ടിക്കാണിക്കേണ്ടതുകൊണ്ട് സുനിൽ പരമേശ്വരൻ പറയുന്നു. DNA ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ പരാമർശം. സ്വാമിക്ക് ജയറാമിനോട് ഭയങ്കര പകയാണെന്നോ എന്ന് കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ചോദിച്ചു. എനിക്കെന്തിനാണ് പക? അദ്ദേഹത്തിന്റെ മുഖംമൂടി എനിക്കിഷ്ടമല്ലെന്നേ ഉള്ളൂ. നല്ല നടനാണ് പോലും ഞാൻ പറയില്ല. പത്മരാജൻ സാറിന് പറ്റിയ ഒരു അബദ്ധമായേ ഞാൻ ഇതിന് കരുതുള്ളൂ. അയാൾ ഭാഗ്യവാനാണ്. സിനിമയിൽ കഴിവില്ലാത്ത കാര്യം ഭാഗ്യത്തിനാണ്. ശബരിമലയിൽ സ്വർണ്ണപ്പാളി വീട്ടിൽ കൊണ്ടുവച്ചത് തെറ്റാണ്. ഞാൻ പറഞ്ഞത് എന്താണ് തെറ്റ്? ശ്രീനിവാസൻ മരിച്ചപ്പോൾ വിദേശത്തായിരുന്നാലും വരേണ്ടതായിരുന്നു. അതൊന്നും പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ജയറാമിന്റെ ആരാധകർക്ക് വിഷമാകും എന്നാണ് പറയുന്നത്. ആരാധകർ വിഷമിക്കണം. ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്താൽ തിരുത്തി കൊടുക്കണം. തിരുത്തലുകളാണ് വേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ശബരിമല അയ്യപ്പന്റെ കട്ടൽപ്പാളി എടുത്തുകൊണ്ട് പോയി പൂജ വെച്ചു. എന്നിട്ട് പറഞ്ഞ വലിയ തമാശ എനിക്ക് മനസ്സിലാകാത്തത്. പ്രതിഫലം കൊടുത്തോ എന്ന് ചോദിച്ചപ്പോൾ വല്ല 500 രൂപയോ മറ്റോ കൊടുത്തു എന്ന് പറഞ്ഞു. മഹാപരാധം ചെയ്തെന്ന് മാത്രമല്ല, മഹാബ്രാഹ്മണ കുലത്തിൽ ജനിച്ചതാണെന്ന് കൊട്ടിയാഘോഷിക്കുന്ന മനുഷ്യൻ കട്ടൻ പാളിയെടുത്ത് വീട്ടിൽ വെക്കുകയും തമിഴ്നാട്ടിൽ ഒരുമാതിരി എല്ലാവരെയും വിളിപ്പിച്ച് ലക്ഷക്കണക്കിന് രൂപ ഉദയകൃഷ്ണനെ പോലെ ഒരാൾക്ക് ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഞാൻ 500 രൂപയെ കൊടുത്തിട്ടുള്ളൂ എന്ന്. വീട്ടിൽ കൊണ്ടുവെക്കുമ്പോൾ തന്നെ പോലീസ് വിളിക്കേണ്ടത്. അതിനൊക്കെ ഇതിൽ പങ്കുണ്ടോ എന്ന് അവരൊക്കെ പ്രതിയാകും. സുനിൽ പരമേശ്വരൻ തുറന്നടിച്ചു. ജയറാമിന്റെ മുഖംമൂടിയെക്കുറിച്ച് ഞാൻ വളരെ മുമ്പും പറഞ്ഞിട്ടുണ്ട്. മുഖംമൂടി മാത്രമായി ജീവിക്കുന്ന മനുഷ്യനാണ് അദ്ദേഹമെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും. പാർത്ഥിപൻ എന്ന നടൻ ശ്രീനിവാസന്റെ ഒരു സിനിമയിലേ അഭിനയിച്ചിട്ടുള്ളൂ. അദ്ദേഹം നോക്കാൻ കാണാനും വന്നു. മുഖംമൂടി ദൈവം പൊളിച്ചെടുക്കും. ജയറാം വന്നില്ല. ജയറാമിൽ നിന്ന് അത് പ്രതീക്ഷിക്കണ്ട. എത്രയോ ശ്രീനിവാസൻ സിനിമകളിൽ നല്ല വേഷം ചെയ്ത് ആരോടും കലഹിക്കാത്ത ശ്രീനിവാസൻ എന്ന നടനെ അവസാനമായി കാണാൻ പറ്റാത്ത ജയറാം, നിങ്ങളൊക്കെ സിനിമയിൽ പുറത്തും അഭിനയിക്കുന്നവരെന്ന കൂട്ടത്തിലാണോ?